യുദ്ധമുഖത്ത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ജനീവ കൺവെൻഷൻ ഉടമ്പടികൾ. പക്ഷേ കൺവെൻഷൻ 75ാം വാർഷികം പിന്നിടുമ്പോൾ ലോകമാകെ അശാന്തമാകുന്ന ദുരന്ത ചിത്രമാണ് മനുഷ്യരാശിക്ക് മുന്നിൽ തെളിയുന്നത്. ജനീവ കൺവെൻഷൻ ഉടമ്പടി ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ ലോകമെങ്ങും ചെറുതും വലുതുമായ 120-ലധികം സംഘർഷങ്ങളാണ് മനുഷ്യരെ അശാന്തമാക്കുന്നത്. ലോകത്ത് അധിനിവേശങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകാതിരിക്കാനും അങ്ങനെ സംഭവിച്ചാൽ പാലിക്കപ്പെടേണ്ട മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ജനീവ കൺവെൻഷൻ ഉടമ്പടികൾ. പക്ഷേ കൺവെൻഷന് 75ാം വാർഷികം പിന്നിടുമ്പോൾ ലോകമാകെ അശാന്തമാകുന്ന ദുരന്ത ചിത്രമാണ് മനുഷ്യരാശിക്ക് മുൻപിൽ തെളിയുന്നത്. ജനീവ കൺവെൻഷൻ ഉടമ്പടി ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ ലോകമെങ്ങും ചെറുതും വലുതുമായ 120-ലധികം സംഘർഷങ്ങളാണ് മനുഷ്യരെ അശാന്തമാക്കുന്നത്. സംഘർഷങ്ങളിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമ്പോൾ നോക്കുകുത്തിയാകുകയാണ് ജനീവ കൺവെൻഷൻ ഉടമ്പടികളും UN പോലുള്ള മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും. 75 വർഷങ്ങൾക്ക് മുമ്പ് 1949 ഓഗസ്റ്റ് 12-ന് സ്വിറ്റ്സർലൻഡിലായിരുന്നു ജനീവ കൺവെൻഷൻ രൂപം കൊണ്ടത്. ആഗോളതലത്തിൽ മിക്ക രാജ്യങ്ങളും അംഗീകരിച്ചതാണ് കൺവെൻഷനിലെ ഉടമ്പടികൾ. ഈ ഉടമ്പടിയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷ ഭൂഖണ്ഡങ്ങളിലും യുദ്ധമോ അതിനു സമാനമായ സംഘർഷമോ നിലനിൽക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ അവഗണിക്കുന്ന വർത്തമാനകാലത്ത് ജനീവ കൺവെൻഷന്റെ 75ാം വാർഷികം പോലും അപ്രസക്തമാകുന്നു. യുദ്ധമേഖലയിലെ സാധാരണക്കാർ, തടവുകാർ, പരിക്കേറ്റ സൈനികർ എന്നിവരുടെ സംരക്ഷണമാണ് ജനീവ കൺവെൻഷൻ പ്രധാനമായും മുന്നോട്ടുവയ്ക്കുന്നത്. എന്നാൽ സംഘർഷ മേഖലകളിൽ പാലിക്കപ്പെടേണ്ട മര്യാദകൾ ഇന്ന് തീരെ അവഗണിക്കപ്പെടുന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തുവരുന്ന ഓരോ വാർത്തകളും. യുദ്ധമേഖലകളിൽ സാധാരണക്കാർ നേരിടുന്നത് വലിയ ദുരിതങ്ങളെന്ന് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസും ചൂണ്ടിക്കാട്ടുന്നു. ജീവഹാനിയും കുടുംബങ്ങളെ വേർപെടുത്തുന്നതും മനുഷ്യാവകാശ ധ്വംസനങ്ങളും 2ാം ലോക യുദ്ധകാലത്തേക്കാൾ ഭീകരമാണ് ഇന്നത്തെ സാഹചര്യമെന്ന് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയും ചൈനയിലെ സ്വിറ്റ്സർലൻഡ് നയതന്ത്ര കാര്യാലയവും ബീജിംഗിൽ സംഘടിപ്പിച്ച സമ്മേളനം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. ജനീവ കൺവെൻഷന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനത്തിൽ 60 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര മാനുഷിക നിയമം കേവലം കടലാസിൽ മാത്രം പറയുന്ന നിയമമാകരുതെന്നും മനുഷ്യാവകാശം ഉറപ്പുവരുത്താനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഓരോ രാജ്യങ്ങളും തയ്യാറാകണമെന്നും ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ റീജിയണൽ ഡെലിഗേഷൻ തലവൻ ബർത്താസർ സ്റ്റെഖലിൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഗാസ, യുക്രൈൻ, സിറിയ, മ്യാൻമാർ തുടങ്ങിയ മേഖലകളിലെ സംഘർഷങ്ങൾ ജനീവ കൺവെൻഷൻ മുന്നോട്ടുവയ്ക്കുന്ന മാനദണ്ഡങ്ങളെ പാടെ അവഗണിക്കുന്നതായി റെഡ് ക്രോസ് ചൂണ്ടിക്കാട്ടും. യുദ്ധമേഖലകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ നിയമങ്ങൾ ആവശ്യമാണെന്നും റെഡ് ക്രോസ് പറയും. സാങ്കേതിക വിദ്യ ഉൾപ്പെടെ വലിയ വളർച്ച നേടിയ ഇക്കാലത്ത് സംഘർഷങ്ങൾ 20ാം നൂറ്റാണ്ടിനേക്കാൾ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകളും നഗരവൽക്കരണവും വലിയ വളർച്ച നേടി. തീവ്രവാദികളെന്ന് മുദ്രകുത്തി ആസൂത്രിതമായ കൂട്ടക്കൊലകൾ പോലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധമുഖങ്ങളിൽ ആശുപത്രികളും സ്കൂളുകളും ആംബുലൻസുകളും ആക്രമിക്കപ്പെടുന്നു. ദുരിതാശ്വാസ പ്രവർത്തകരും സാധാരണക്കാരും കൊല്ലപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴും സംവിധാനങ്ങൾ ഇടപെടാതിരിക്കുന്ന സാഹചര്യത്തിൽ അക്രമങ്ങൾക്ക് അത് ഇന്ധനം പകരുന്നു. ചില സംഘർഷങ്ങൾ പതിറ്റാണ്ടുകൾ നീളുന്ന നിലയിലേക്കും വഴിതുറക്കുന്നു. ഗാസയിലും യുക്രൈനിലും മരിക്കുന്നവരിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ്. കീഴടങ്ങുന്ന യുക്രൈൻ സൈനികരെ കൊല്ലുന്നതായുള്ള വാർത്തകൾ ജനീവ കൺവെൻഷന്റെ ഉടമ്പടിക്കെതിരാണ്. യുക്രൈനിൽ കുട്ടികളോട് യുദ്ധനീതി പാലിക്കാത്തതിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശം യുദ്ധക്കുറ്റമായി അന്വേഷിക്കണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകളും ആവശ്യപ്പെട്ടു. ഗാസ മുതൽ യുക്രൈൻ വരെയുള്ള സംഘർഷങ്ങളിൽ ജനീവ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന ആക്ഷേപങ്ങൾ ശക്തമാണ്. UN പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള 5 നിയമങ്ങളിൽ 3 ഗാസയിലെ സൈനിക നീക്കത്തിൽ ഇസ്രയേൽ ലംഘിച്ചതായി UN തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. യുദ്ധമേഖലയിലെ സാധാരണക്കാരുടെ സംരക്ഷണം, തടവിലാക്കപ്പെടുന്നതും പരിക്കേൽക്കുന്നതുമായ സൈനികരുടെ ക്ഷേമം എന്നിവയാണ് 1949 ജനീവ കൺവെൻഷൻ മുന്നോട്ടുവയ്ക്കുന്നത്. എന്നാൽ ഇവയെല്ലാം പാടെ അവഗണിക്കപ്പെടുന്ന കാഴ്ചകളാണ് പല യുദ്ധമേഖലകളിൽ നിന്നും പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ സായുധ പോരാട്ടങ്ങളിൽ ഇരയാകുന്നവരെയും സംരക്ഷിക്കുന്ന ശക്തമായ ചട്ടക്കൂടുകൾ നിർമ്മിക്കപ്പെടണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മരണങ്ങളെ ന്യായീകരിക്കുന്ന ആഗോള സാഹചര്യത്തിൽ നിന്നും ജീവനുകൾ സംരക്ഷിക്കപ്പെടുക എന്ന നിലയിലേക്ക് ആശയങ്ങൾ മാറേണ്ടതുണ്ടെന്നും റെഡ് ക്രോസ് പ്രസിഡന്റ് ബിർജാന സ്പോൾജാറിക് ചൂണ്ടിക്കാട്ടുന്നു.
ജനീവ കൺവെൻഷന്റെ 75ാം വാർഷിക ദിനത്തിൽ എക്സ് പോസ്റ്റിലാണ് കരാറിന്റെ പ്രാധാന്യം റെഡ് ക്രോസ് പങ്കുവച്ചത്. International humanitarian law is under strain. Disregarded, undermined to justify violence. More than ever, the world must recommit to this robust protective framework for armed conflict, one that follows the premise of protecting life instead of justifying death. Today, there are more than 120 conflicts recorded by my organization. And while governments and media focus on destruction in Ukraine and Gaza, armed conflicts elsewhere take a similarly shocking toll. Violence in Ethiopia has claimed hundreds of thousands of lives. Fighting has displaced 8 million in Sudan and 6 million in the Democratic Republic of the Congo. Protracted conflicts in Mali, the Central African Republic, Colombia, Mozambique, Myanmar, Syria and Yemen all take a grinding human cost. ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന്റെ മഹത്വം കാത്തുസൂക്ഷിക്കപ്പെടണം. മനുഷ്യജീവനുകൾ സംരക്ഷിക്കപ്പെടണം. ഇതിനായി സൈനിക വിഭാഗങ്ങളും സായുധ സംഘടനകളും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണം. മാസങ്ങളും വർഷങ്ങളും നീളുന്ന യുദ്ധങ്ങൾക്ക് ഒരു നിയമാവലി എന്നത്തെക്കാളും ഇന്നത്തെ ലോകം ആവശ്യപ്പെടുന്നു. ജനീവ കൺവെൻഷൻ 50ാം വാർഷികം ആചരിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 6 ഇരട്ടി വർധനയാണ് ഇപ്പോൾ ലോകത്തെ സംഘർഷ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് എന്നും റെഡ് ക്രോസ് പ്രസ്താവനയിൽ പറയുന്നു.